ഈ പച്ചക്കറി കഴിക്കാത്ത കുറേ കുട്ടികളുണ്ടല്ലേ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മോൻ തന്നെ, അവന് കൂടുതലും ധാന്യങ്ങളാണ് ഇഷ്ടം. ഏട്ടന് അതേ സ്വഭാവമാണ്, പക്ഷേ ഏട്ടൻ കഴിക്കുന്ന അത്ര പോലും അവൻ പച്ചക്കറി കഴിക്കത്തില്ല. ചെറുപ്പത്തിലാണെങ്കിൽ ഞാൻ അവന് ബീട്രൂട്ടോ ക്യാരറ്റോ ഒക്കെ അടിച്ചു കൊടുക്കുമായിരുന്നു, അതൊക്കെ അവൻ കഴിക്കുമായിരുന്നു. പക്ഷേ പിന്നെ വേണം വേണ്ട എന്ന് പറയുന്ന പ്രായമായപ്പോൾ തൊട്ട് അവനിങ്ങനെ വായ്ത്തടയുന്ന ഒരു സാധനവും കഴിക്കാതായി. സവാള പോലും അവൻ വേണ്ടാന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും പോഷകങ്ങളൊക്കെ നമ്മൾ ഉള്ളിലോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചീര വാങ്ങിച്ചു. അപ്പോൾ ചീര വാങ്ങിച്ച് നമ്മൾ കൂട്ടാൻ വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ചപ്പാത്തി വരുത്തുന്ന മാവിലോട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു ഫസ്റ്റ്, ഇനി ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ടിട്ട് വേണ്ടാന്ന് പറയുമോ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവൻ കഴിച്ചു. അപ്പം ഞാൻ അമ്മ കൊടുത്തോട്ട നെയ്യ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഞാൻ അവന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെഡ് കളർ ചുമന്ന ചീര നമ്മളതിനകത്ത് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ കൂട്ടാൻ വെച്ച ചീരയില്ലേനും വെറുതെ അരിഞ്ഞിട്ടാലും മതി, അതിനധികം വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ വെറുതെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ കുഴയ്ക്കുന്നതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയാൽ അങ്ങനെയെങ്കിലും അവരുടെ വയറ്റിൽ ഈ ചീരയുടെ അംശമൊക്കെ പോകുമല്ലോ, അത് നല്ലതാണല്ലോ. അതേപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ക്യാരറ്റോ ഒക്കെ ആണെങ്കിൽ അപ്പോൾ ക്യാരറ്റ് ദോശ കൊടുത്താൽ അവനത് വേണ്ടാന്ന് പറയും. അപ്പോൾ ചപ്പാത്തി റെഡിയായി, അതിനൊരു കറി വേണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു കറിയാണിത്. തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് വഴട്ടുക, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴണ്ട ശേഷം നമ്മൾ കുറച്ച് പൊടി ഇടുകയാണ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇതിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം മൂത്ത് വരുമ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് ഈ പരുവമാണ്. അപ്പോൾ സവാളയുടെ പച്ച മണം വരും. അപ്പോൾ അത് മാറാനായിട്ട് കടുക് വറക്കുമ്പോൾ കുറച്ച് മല്ലിയില ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില കടുക് വറക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കറിയാണ്. ഞാൻ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കി എൻ്റെ കുഞ്ഞും ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഉരുട്ടി വെക്കുന്ന മാവൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ അവൻ്റേതായ രീതിയിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചപ്പാത്തി കുഴവി അതേപോലെ പരത്തുന്ന കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഭയങ്കര പരിപാടിയാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പണി, ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടി വലിയ പണി. അങ്ങനെ അവനെ പറ്റിച്ച് അവനറിയാതെ കുറച്ച് ചീര ഉള്ളിലാക്കിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഇതേപോലെ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അവരൊക്കെ കഴിക്കും. അപ്പോൾ അവന് എരിവാണെന്ന് പറയും, എന്ത് കറി എടുത്താലും എരിവാന്ന് പറയും. അപ്പോൾ ഞാൻ എരി കുറച്ചാണ് ഉണ്ടാക്കുന്നത്, എന്നാലും അവൻ എരിവാന്ന് പറയും. അവസാനം പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. കഴിക്കുന്നതിന് മുമ്പേ അവൻ തുടങ്ങും എരിവാണെന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബീട്രൂട്ട് വേവിച്ച വെള്ളം ഞാൻ ഇതുപോലെ തന്നെ ദോശമാവിനകത്ത് ഒഴിച്ചിട്ട് അങ്ങനെ ദോശ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതേപോലെ എന്ത് പച്ചക്കറിയൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അവരുടെ ഉള്ളിലോട്ട് പോകില്ല. അല്ലാതെ അവർ കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കുറുക്ക് വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ കഴിപ്പിക്കാനായിട്ട് പറ്റും. കൊള്ളാവോ? ഇല്ല, എരിവേ ഇല്ല. അപ്പോൾ ഓക്കെ ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.